ഈ ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ഇന്റർവെൽ എത്തുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ട്വിസ്റ്റ് വരുന്നത്. ഈ ചന്ദ്ര എന്ന് പറയുന്ന കഥാപാത്രം ആരാണെന്നുള്ളത്. അതുപോലെ ജിത്തു ജോസഫിൻ്റെ ആസിഫ് അലി ചിത്രത്തിലും മിറാഷിലും ഒരുപാട് ട്വിസ്റ്റുകളാണ്. ഇന്ന് നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കിളി പറക്കുന്ന ട്വിസ്റ്റുള്ള ഒരു സിനിമ പരിചയപ്പെടാം. 2019 പുറത്തിറങ്ങിയ ആസാമീസ് ചിത്രമായിട്ടുള്ള ആമിസ് ആണ് ഈ സിനിമ. ഈ ചിത്രം പാർഷ്യലി എ റേറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ കഥ എന്താണെന്നുണ്ടെങ്കിൽ, ഒരു സ്കൂൾ ടീച്ചർ, അതാണ് നായിക. അതുപോലെ ഒരു PhD സ്റ്റുഡൻറ്റ്, പ്രായം കുറഞ്ഞ, അതാണ് നായകൻ. അപ്പോൾ ഇവർ തമ്മിൽ കാണുന്നു, പരിചയപ്പെടുന്നു, ഇവർ തമ്മിൽ ചെറുതായിട്ട് പ്രണയത്തിലാവുന്നു. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് കണ്ടപ്പോൾ എ റേറ്റഡ് ഫിലിമാണല്ലോ, അപ്പോൾ കുറച്ച് ചൂടൻ രംഗങ്ങളും അതുപോലെ ന്യൂഡ് സീൻസൊക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് എ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇൻ്റർവെൽ പോർഷനിലൊന്നും നമുക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ടുവേർഡ്സ് ക്ലൈമാക്സ് ആണ് എന്താണ് യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള പ്രണയം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ആ റിവീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇത്ര പവർഫുൾ ആയിട്ട് ഒരു ഐഡിയ ബ്രേക്ക് ചെയ്ത വേറൊരു പടങ്ങളുണ്ടാവും തോന്നുന്നില്ല. ഈ ചിത്രം സോണി ലിവിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്യാതെ ട്രെയിലർ പോലും കാണാതെ കാണേണ്ട ഒരു ചിത്രമാണ്. കാരണം അതിൻ്റെ സ്പോയിലറിൻ്റെ എലമെൻറ്റ് കിട്ടിയ പിന്നെ കാണുന്നതിൽ കാര്യമില്ല. മാത്രമല്ല ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ആണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ ചിത്രത്തിനെക്കുറിച്ച് ഒരു ചെറിയ ഹിൻഡ് പോലും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്പോയിലർ ആവും. പക്ഷേ നിങ്ങൾ ഈ സാധാരണ കാണുന്ന ട്വിസ്റ്റ് പടങ്ങളും നോർമൽ പടങ്ങളും ഒക്കെ വിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാണ് ആമിസ്. ഇത് ലോക പോലെയോ മിറാഷ് പോലെയോ ഉള്ള ഒരു പടമേ അല്ല. മനുഷ്യൻ്റെ ചില ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റുകൾ ഉണ്ടല്ലോ, അത് സാറ്റിസ്ഫൈ ചെയ്യാൻ ഏതറ്റം വരെ മനുഷ്യൻ പോകുന്നുള്ളത് ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ദയവ് ചെയ്ത് കമൻസിൽ കഥ പറഞ്ഞ് സ്പോയിൽ ചെയ്യരുത്. അതുപോലെ ഇന്ത്യൻ സിനിമകളിൽ ഇങ്ങനെ കിളി പറത്തുന്ന ട്വിസ്റ്റുകളുള്ള വേറെ ഏതൊക്കെ സിനിമകൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യൂ. താങ്ക് യു.